Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. I hope each one of you doing good and great. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ When we have tests and problems in our life, നാം അതിന്റെ മുൻപിൽ ഓടിപ്പോവുകയല്ല ചെയ്യേണ്ടത്. we must not run away from those problems. നാം അതിന്റെ മുൻപിൽ ഉറച്ചു നിന്ന് അതിനെ ജയിക്കുന്നവരാകണം. We need to stand firm and take victory over it. നാം യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം പഠിക്കുമ്പോൾ When we read book of Jonah, chapter 1, verse 2, യോനായുടെ ജീവിതത്തിൽ ചില ഭയപ്പാടും പ്രതികൂലങ്ങൾ വന്നപ്പോൾ അവന്റെ ലക്ഷ്യത്തിലേക്ക് ഓടി ദൈവത്തിന്റെ ലക്ഷ്യം വിട്ട് ഓടുവാനിടയായി. when there were storms of fear and problems in the life of Jonah, Jonah got scared and he ran from the purpose of the Lord. Running away leads to more trouble. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഓടിപ്പോകാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ, പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. Yes, running away creates more problems. When you try to run away from your problems, the problems will never end, but it will multiply. യഹോവയായ ദൈവം യോനായോട് പറഞ്ഞു, നീ നിനവേലേക്ക് പോയി നിനവേക്ക് വിരോധമായി പ്രസംഗിക്കുക എന്ന് കൽപ്പിച്ചു. The Lord said to Jonah, you go to Nineveh and speak against Nineveh. എന്നാൽ അവന്റെ ഇഷ്ടപ്രകാരം ഓടുവാൻ തുടങ്ങി. But Jonah, he ran according to his will. നിനവേലേക്ക് പോകാതെ അവൻ തർശീസിലേക്ക് പോയി. He did not go to Nineveh, but he went to Tarshish. എന്നാൽ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിടത്തെല്ലാം പരാജയവും ഫെയിലിയറും ഒക്കെ അവനെ സംബന്ധിച്ചു. But he had to face so many problems and failures when he went according to his own will. എന്നാൽ പിന്നെയും അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് വന്നു. But again he came back to the track of the Lord. അവൻ നിനവേക്ക് നേരെ പ്രസംഗിക്കുവാൻ വേണ്ടി പോയി. And he went to Nineveh to speak to Nineveh. അവൻ അതിനെ ഫേസ് ചെയ്യുവാൻ തയ്യാറായി. He decided to face it. അപ്പോൾ ദൈവത്തിന്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. There he got the grace of the Lord. അവന്റെ പ്രസംഗത്തിൽ ആ നിനവേ പട്ടണം വിടുവിക്കപ്പെട്ടു. In his message, the whole Ninevites came to the Lord. അവിടുത്തെ രാജാവ് ഉൾപ്പെടെ റെട്ടിലും വെണ്ണീറിലും ഇരുന്നു. The whole Ninevites, along with the king, started fasting and prayer. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആമേൻ കണ്ട് ഭയപ്പെടരുത്. Do not be scared or be threatened when you see the problems in your life. Running away leads to more trouble. Yes, running away leads to more troubles. നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. Don't run away from your നിങ്ങൾ problems. പ്രശ്നത്തിന് നേരെ നിൽക്കുക. You need to stand firm in your troubles. നമുക്ക് ഗോലിയാത്തിനെയും ദാവീദിനെയും കാണുവാൻ കഴിയും. We know about Goliath and David. ഒരു ഗോലിയാത്ത് എല്ലാവരെയും വെല്ലുവിളിക്കും. Goliath was challenging everyone around him. പലരും ഓടിപ്പോയി. Everyone run away from there. എന്നാൽ ദാവീദ് ഫേസ് ടു ഫേസ് നിൽക്കുവാൻ തയ്യാറായി. But David decided to face it. അവന് യുദ്ധത്തെ നേരിടാൻ തയ്യാറായി. He was ready to face the war. അവനെ പലരും ക്ഷീണിപ്പിക്കുകയും അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു. There were many people who disappointed and discouraged David. അത് കേട്ടിട്ട് അവൻ ഓടിപ്പോയില്ല. But he did not run away from that. അവൻ ഗോലിയാത്തിന്റെ നീളമോ പൊക്കമോ കരുത്തോ ഒന്നും അവൻ നോക്കിയില്ല. He did not look the appearance of Goliath, his height or weight. ദാവീദ് ഒറ്റ കാര്യമേ ചെയ്തു. David did one thing. എന്റെ ദൈവത്താൽ ഞാൻ നിന്നെ ജയിക്കും. Yes, David said, by my God, I will take victory over you. അവൻ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. He gave importance to the Lord. അവന്റെ ശക്തിയേക്കാൾ ഉപരി ദൈവശക്തിയിൽ അവൻ ആശ്രയിച്ചു. He trusted God's power more than his own power. നാം പലപ്പോഴും ഇട്ടിട്ട് ഓടിപ്പോകുന്നത്
നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. You know why we run away many times? Because we trust on our own എന്നാൽ power. ദൈവശക്തിയിൽ നാം ആശ്രയിക്കും. But when we trust God's power, നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. do not be scared seeing the problems before you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let me pray over you. ഇപ്പോൾ നിങ്ങൾ ഏത് ഭയപ്പാടിൽ ഇരിക്കുന്നോ അതിനെ നിങ്ങൾ ഓവർകം ചെയ്ത് ജയിക്കാൻ പോകും. You are overcoming. You are going to overcome the fiery, the scary situations that you go through right now. ഇപ്പോൾ ഈ മെലേക്ക് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞിന് മകൾക്കും ചില ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ യൂട്യൂബ് ചാനൽ ഇത് കാണുന്നു. As you watch this Malek YouTube channel, I can discern someone's daughter is struggling with depression. നിങ്ങൾ വല്ലാതെയായിരിക്കും. You are worrying so much. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കും. God is telling me the Lord is going to deliver your child. അവിടെ പഠനം അവിടെ എല്ലാം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. യേശു വിടുവിക്കാൻ പോകും. You feel like her studies and her job is getting blocked, but don't worry, God is delivering you. യേശുവിന്റെ നാമത്തിൽ In Jesus' name. കർത്താവേ, ഈ കേൾക്കുന്ന സകല ജനത്തെയും അനുഗ്രഹിക്കണമേ. Father God, please bless all my viewers, my listeners now. അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ. Let your glory come down. ഇപ്പോൾ ഈ ജനത്തിനു വേണ്ടി പുതുവാതിലുകൾ തുറക്കണമേ. Let new doors be opened for your children. അങ്ങയുടെ കരം ചലിപ്പിച്ചാട്ടെ. Please stretch out your hands, Lord. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. Heal the sick, O Lord. അങ്ങയുടെ മഹത്വം ഇറങ്ങണം. Let your glory come. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. Amen. Amen. God bless you. I love you. ഡിസംബർ മാസം 25, 26, 27 മെലേക്ക് കോൺഫറൻസ് പുനലൂർ മെലേക്ക് പ്രയർ മൗണ്ടനിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. December 25, 26, 27, we will have a Malay conference at Punalur. I want all of you to come and join and be blessed. Bless you.